ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. PMG വടവാതൂർ സഭ വിശ്വാസികൾ PMG യൂത്ത് അവതരിപ്പിക്കുന്ന അനുസരണക്കേടിന്റെ ഫലം എന്ന സ്ക്രിപ്റ്റിലേക്ക് നിങ്ങളോരോരുത്തരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ സ്ക്രിപ്റ്റിലെ കഥാപാത്രങ്ങൾ തികച്ചും സാങ്കല്പികം മാത്രമാണ്. ക്ഷമയോടെ തെറ്റുകുറ്റങ്ങൾ വന്നാൽ ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങുന്നു. രംഗം 1. സഭയുടെ ആരാധനയുടെ അവസാന ഭാഗം. കർത്താവിന് സ്തോത്രം ചെയ്യാം. ആമേൻ. കർത്താവായ യേശുവേ, ആന്റി എന്താണ് വിശേഷം? എന്താണ് വിശേഷം? പാസ്റ്ററെ, വിശേഷമൊന്നുമില്ല. മകൾ കല്യാണപ്രായമൊക്കെ ആയി, കല്യാണമൊന്നും നടക്കുന്നില്ല. മകളുടെ കല്യാണത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഒത്തിരി ആലോചനകളൊക്കെ വരുന്നുണ്ട്, പക്ഷെ എല്ലാം ഓരോ കാരണങ്ങൾ പറഞ്ഞ് മാറിപ്പോ. പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയണം. എന്താ ചെയ്യാനാ? വീട്ടിൽ വാർത്ത വെക്കാൻ പറയാൻ കേൾക്കുന്നില്ലല്ലോ. എത്ര നാളെ വാർത്ത വെച്ചിട്ട്? ഓ പാസ്റ്ററെ, വീട്ടിൽ അച്ഛനും പിന്മാറ്റത്തിലോട്ട് സഭയിലൊന്നും കടന്നു വരുന്നില്ല. അതുകൊണ്ടാണ് വീട്ടിൽ പ്രാർത്ഥന നോക്കാത്ത. പ്രാർത്ഥന നോക്കാം. എല്ലാം കടന്നു വരും. നീ പ്രാർത്ഥന വെക്കും. ഈ ഒരു മറുപടി ദൈവം തരാതിരിക്കില്ല. വിശേഷം വിശേഷമൊന്നുമില്ല. സുഖമായിട്ടിരിക്കുന്നു. പാസ്റ്ററിനോട് പറഞ്ഞത് മകളുടെ കല്യാണം ഒന്നും നടക്കുന്നില്ലെന്നേ. ഒത്തിരി ആലോചനകളൊക്കെ വരുന്നുണ്ട്, പക്ഷെ എല്ലാം ഓരോ തടസ്സങ്ങളും പറഞ്ഞ് മാറി മാറി പോവാ. പാസ്റ്ററിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് പാസ്റ്ററും വിട്ട് ഒരു ദൂത് പോലും പ്രാർത്ഥിച്ച് പറഞ്ഞില്ല. ഓ, നമ്മുടെ പാസ്റ്ററിനൊന്നും നടക്കത്തില്ലെന്നേ. എനിക്കറിയാവുന്നൊരു പ്രവാചകമുണ്ട്, ദെബോറ ആൻറ്റി. ആൻറ്റി പറയുന്ന കാര്യങ്ങളെല്ലാം അച്ചേട്ടാ. നമുക്ക് ഒരു ദിവസം അവിടെ വരെ പോയാലോ? ഓ, അത് ശരിയല്ലല്ലോ. നമുക്ക് നമ്മുടെ പാസ്റ്റർ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാ വേറെ ആലോചന കേൾക്കാൻ പോകുന്നത്? അതല്ലല്ലോ, നമ്മളൊരു സഭയോട് ചേർന്ന് നിൽക്കുന്നതല്ലേ. അതൊക്കെ മോശമല്ലേ? ഓ എന്ത് മോശം, എന്ത് മോശം. നമ്മൾ പ്രാർത്ഥിക്കാനല്ലേ പോകുന്നത്, വേറെ ഒന്നിനും പറ്റില്ല. ഒരു കുഴപ്പമില്ലെന്നേ. അപ്പൊ ആൻറ്റി എന്നാ പോകുന്നത് തന്നെ ഒന്ന് വിളിച്ചാൽ മതി. കവസ്തോത്രം. ശരിയെന്നാ. ഓ വിശേഷമൊന്നുമില്ല, സന്തോഷം. പാസ്റ്ററിനോട് പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കാനായിട്ടൊരു വിഷയം പറഞ്ഞു. മോളുടെ കല്യാണം ഒന്നും നടക്കുന്നില്ല. പാസ്റ്റർ ഒന്നും പറഞ്ഞില്ല, പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു വിട്ടു. ആ കാര്യം സാറാമാൻറ്റിയോട് പറഞ്ഞപ്പോഴാണ് സാറാമാൻറ്റി ഇതുപോലെ പറഞ്ഞു. പ്രാർത്ഥിക്കുന്ന ഒരു അമ്മാമ്മയുണ്ട്, ദെബോറ ആൻറ്റി എന്നാ പേര്. ആ ആൻറ്റി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മറുപടിയും കിട്ടും, മോളുടെ വിവാഹം പെട്ടെന്ന് നടക്കുകയും ചെയ്യും. അപ്പോൾ ആ ആൻറ്റിയുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ കൊണ്ടുപോകാമെന്നാണ് ആൻറ്റി പറഞ്ഞത്. എന്നാലും മോശമല്ല ആൻറ്റി, നമ്മളെ പാസ്റ്റർ ഉള്ളപ്പോൾ വേറെ ആളുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നത്. ശരിയാ. ഞാനതിന് പോകുന്നൊന്നും ഇല്ലല്ലോ. ഞാൻ ചുമ്മാ ആൻറ്റി പറഞ്ഞപ്പോൾ കേട്ടതേ ഉള്ളൂ, അല്ലെ ഞാൻ പോകുന്നൊന്നുമില്ല. ശരി, അപ്പോൾ കാണാമേ. ഓരോരോ തിരക്കുകളായിരുന്നേ. ഇതാ ഞാൻ പറഞ്ഞ സൂസി ആൻറ്റി. സ്വന്തങ്ങളുടെ കാര്യം എന്നായിരുന്നു വിഷയം? മാമ, എൻ്റെ മകളുടെ കല്യാണം ഒന്നും നടക്കുന്നില്ല. ഒത്തിരി ആലോചനകളൊന്നും വരുന്നില്ല. ആലോചനകൾ വരാനിട്ടൊന്നുമില്ല, ഒത്തിരി ആലോചനകൾ വരുന്നുണ്ട്. പക്ഷെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് തടസ്സങ്ങളാണ്. എല്ലാം അങ്ങ്
മുടങ്ങി പോവാം. അമ്മാമ്മ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് മറുപടി പറയാം. കർത്താവെ, നല്ല അവസരത്തിനായി പ്രാർത്ഥിക്കുന്നു. ലൂസിയാനയുടെ മകളുടെ കല്യാണ വിഷയത്തോട് പ്രാർത്ഥിക്കാം. മകൾക്ക് നല്ല തക്കതായ തുണ നൽകി കർത്താവിനെ അനുഗ്രഹിക്കുമാറാണെന്ന്. ആദ്യ കർത്താവ് എന്നോട് പറയുന്നത്, നിങ്ങളുടെ മകളുടെ കല്യാണം മുഖേന നിങ്ങൾ ദേശത്ത് മാനിക്കപ്പെടുക. സ്തോത്രം. അവർക്ക് വിദേശത്ത് നിന്ന് ഒരു ആലോചന നടത്തണം. അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും കയറാത്ത വാഹനത്തിൽ കർത്താവ് നാളുകൾ നിങ്ങൾ കയറ്റാൻ പോകുന്നത്. ആദ്യം പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ, ഞാൻ പ്രാർത്ഥിച്ചോളാം. ശരിയാണ്. കല്യാണമൊക്കെ ആയി, ഇനിയിപ്പോൾ എന്നൊക്കെ തിരക്ക്, എന്തൊക്കെ ചെയ്താലാ? എന്തായാലും വിളിച്ചൊന്ന് പറഞ്ഞേക്കാം. ഹലോ ഹലോ ഹലോ. രൂത്ത് ആൻറ്റി അല്ലേ? അതെ, പറഞ്ഞോ. എന്നാണ്ട് വിശേഷം? വിശേഷമൊന്നുമില്ല, എങ്ങനെയാണ് പോകുന്നത്? എന്നാണ് വിശേഷം? വിശേഷം ഇവിടെയും ഒരു വിശേഷമുണ്ട്, അത് പറയാനാ വിളിച്ചത്. പറഞ്ഞോ ആൻറ്റി. അതായത് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ഒരു ദബോറാൻറ്റിയുടെ വീട്ടിൽ പോകുന്നു പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? നിങ്ങളന്ന് പോകുന്നില്ലെന്നല്ലേ പറഞ്ഞത്? അതൊക്കെ പോട്ടെ, അതൊക്കെ വീട്. എന്തായാലും സാറാമ്മൻ്റെ ഒത്തിരി നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഞാൻ അവിടെ പോയി. പോയത് എന്തായാലും പ്രയോജനപ്പെട്ടെന്ന് തന്നെ പറയാം. ആൻറ്റി പ്രാർത്ഥിച്ചിട്ട്, എൻ്റെ ദൈവമേ, ഭയങ്കര കൃപയുള്ള ഒരു ആൻറ്റിയാണ്. പ്രാർത്ഥിച്ചിട്ട് അച്ചട്ടത് കാര്യങ്ങളാണ് പറഞ്ഞത്. ഹലോ 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 ആൻറ്റി, എനിക്ക് അല്ലല്ല, വെച്ചിട്ട് പോകരുത്. കാര്യം പറയട്ടെ, കാര്യം പറഞ്ഞ് കേട്ടിട്ട് അങ്ങ് വെച്ച് പോവുള്ളൂ. കേക്ക് ഒരു സന്തോഷ വാർത്ത ഉണ്ട്, അത് പറയാനായിട്ടാണ് വിളിച്ചേ. ശരി, പറഞ്ഞു. അപ്പൊ ദബോറാൻറ്റി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞേ, മകൾക്കൊരു കല്യാണാലോചന വരുന്നുണ്ടെന്ന്, അതും വിദേശത്തുനിന്ന്. ആ കല്യാണ മുഖാന്തരം ഞങ്ങൾ ദേശത്ത് മാനിക്കപ്പെടും. അത് തന്നെയല്ല, ഇതുവരെ കയറാത്ത വാഹനത്തിൽ വരെ ഞങ്ങൾ കയറുമെന്നാണ് ആൻറ്റി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞത്. എന്നാ ശരി ആൻറ്റി, എനിക്ക് ശാലം തിരക്കുണ്ട്. എനിക്ക് ഭയങ്കര തിരക്ക്. അയ്യോ, കല്യാണമൊക്കെ വരുമല്ലേ, എനിക്ക് ഇരിക്കാൻ പോലും സമയമില്ല കേട്ടോ. ശരി, എന്നാ ഞാൻ വെക്കുവാണേ. ശരി എന്നാ. ഹലോ മനു, നീ എവിടെയാ? വീട്ടിൽ കല്യാണം ഉറപ്പിച്ചിട്ട നമുക്ക് നാളെ തന്നെ രജിസ്റ്റർ ചെയ്യാം. ഇനി ഞാൻ അവൻ്റെ കടയിൽ പോകും. പ്രിയപ്പെട്ട അച്ഛനും അമ്മയും അറിയുന്നത്, ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഇനിയുള്ള ജീവിതം ജീവിക്കാൻ പോവുകയാണ് എന്നെ അന്വേഷിക്കുന്നത്. ദൈവമേ, എൻ്റെ മോള് പോയോ? അച്ചായ, അച്ചായ, എഴുന്നേൽക്ക് അച്ചായ. അച്ചായ, ഇത് കണ്ടോ, നമ്മുടെ മോള് പോയി. അച്ചായ, മോള് പോയി. അച്ചായ, രംഗം 4. ഹോസ്പിറ്റൽ. എനിക്ക് അവസ്ഥയായിരുന്നു. ഞാനിതാരോട് പറയാം, എന്നെ ആശ്വസിപ്പിക്കാൻ പോലും ആരുമില്ല. സൂസി ആൻറ്റി, അച്ഛനെ എന്താ പറ്റി? ഒന്നും പറയണ്ട, എൻ്റെ ഒന്നും പറയണ്ട. മകളുടെ വിഷയമൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? മകള് പോയതോടെ ആ വാർത്ത അറിഞ്ഞ അച്ഛനൊരു നെഞ്ചുവേദന. ഇവിടെ കൊണ്ടുവന്ന് ECG എടുത്തപ്പോൾ അറ്റാക്ക്, ICU കിടക്കുക. മകളും പോയി, അച്ഛൻ ഈ ഒരു അവസ്ഥ. ഞാൻ അന്നേ പറഞ്ഞതല്ലേ, നമ്മുടെ പാസ്റ്ററോട് പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. ഞാൻ അന്ന് കേട്ടില്ല. എന്തായാലും ഇനിയെങ്കിലും പ്രവചനത്തിന് പുറകെ പോകാതെ നമ്മുടെ പാസ്റ്റർ നമുക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതല്ലേ. നമ്മുടെ പാസ്റ്റർ പറയുന്നത് കേട്ട് ഇനി പോകണം. എന്തായാലും പ്രവാചകി പറഞ്ഞ ഒരു കാര്യം കറക്റ്റാ, നിങ്ങൾ ഇതുവരെയും കയറാത്ത വാഹനത്തിൽ അച്ഛനും അമ്മയും കയറി. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കും. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടെന്ന് അവർ ആകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നത് ഇവർ ഞരങ്ങിക്കൊണ്ട് അല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ, അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല.